വലിയ കമ്പനികൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ ഗവൺമെന്റിനായിക്കോട്ടെ, ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു വലിയ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യേണ്ടി വന്നാൽ അവിടെ അവരെ സഹായിക്കാനായിട്ട് ഒരാൾ വേണ്ടേ? ആ ആള് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ആയിരിക്കും. ഈ വലിയ തുകയാണ് അവിടെ റേസ് ചെയ്യേണ്ടി വരിക, നിങ്ങൾ ചെറിയ തുക മനസ്സിൽ കാണരുത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ ഫണ്ട് റേസ് ചെയ്യാനും ആ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളത് ഹെൽപ്പ് ചെയ്യാനും എവിടെ നിന്നാണ് ഇത് കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഈ വ്യക്തിക്ക് സാധിക്കും. ഇനി ഇത് മാത്രമല്ല, നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ ഒരു വലിയ തുക ഉണ്ടെന്ന് വിചാരിക്കൂ. ആ തുക എങ്ങനെ എവിടെ റൈറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അവിടെയും നമ്മളെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ബേസിക് ആയിട്ട് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ. പറഞ്ഞു പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്, ബട്ട് ഇത്രയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ആകാനായിട്ട് 12ാം ക്ലാസ്സിന് ശേഷം ഒറ്റൊരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കുമോ? ഇതിന് നല്ലോണം സ്കിൽ സെറ്റ് വേണ്ടേ, നല്ലോണം നോളജ് ലെവൽ വേണ്ടേ, ഹയർ ലെവലുകളിലേക്ക് നമ്മൾ പോകേണ്ടി വരില്ലേ? അതുകൊണ്ട് തന്നെ 12ാം ക്ലാസ്സിന് ശേഷം ഏത് കോഴ്സ് പഠിച്ചാലാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ആകാൻ പറ്റുക എന്നുള്ള ചോദ്യം ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പറയാണ്, ദർ ഇസ് നോ സിംഗിൾ കോഴ്സ്. അതായത് ഇപ്പം നിങ്ങൾ BCom പഠിക്കുമോ അല്ലെങ്കിൽ എക്കണോമിക്സ് പഠിക്കുമോ എന്ന് പറയുന്ന പോലെ ആ കോഴ്സ് പഠിച്ചു തീർന്നാൽ ഉടനെ നേരെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറായിട്ട് പ്രവർത്തിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ ഗൂഗിളിൽ കയറിയിട്ട് നല്ലപോലെ സാലറി കിട്ടുന്ന തരത്തിലുള്ള ജോലികൾ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറുടെ മുകളിൽ വരികയാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് നേരെ അങ്ങ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ആകാം എന്ന് വിചാരിച്ച് പോവാണ്. ഇതിൽ നിങ്ങൾക്ക് എത്ര നന്നായിട്ട് ഫൈനാൻഷ്യൽ നോളജ് ഉണ്ടാവുന്നോ അത്രത്തോളം നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ എന്നാൽ ഹയർ ലെവലിലേക്ക് നമ്മൾ പഠിച്ചു പോകണം. ഇത് മാത്രമല്ല, എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് വേണം, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവ് വേണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ പൊസിഷനിൽ എത്താനായിട്ട് പ്രധാനമാണ്. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.